ഓക്കെ സാറേ. ഓക്കെ, നാടോടുമ്പോ നടുവേ ഓടുക. ശരി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അടുത്ത ഒരാൾ. യെസ് സർ, നമ്മുടെ സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് എങ്ങനെയാ സർ ചെക്ക് ചെയ്യുക? വളരെ സിമ്പിൾ ആണ്, എഴുതിയെടുത്തോളൂ എല്ലാവരും. ചെക്ക് യുവർ സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ്. എല്ലാവരും എഴുതിയെടുത്തോളൂ. ഇങ്ങനെ ഓരോ പോയിന്റ് വരുമ്പോഴാണ് അതൊരു ഡ്രമാറ്റിക് അല്ലാത്ത നാച്ചുറലിറ്റി ക്ലാസ് എന്നായി മാറുന്നത്. ഇഗ്നോയിലെ ഹോം പേജിലെ 4ാമത്തെ ബട്ടൺ സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ. അതിൽ ക്ലിക്ക് ചെയ്താൽ ഫസ്റ്റ് സ്റ്റുഡന്റ് സോണില് മൊത്തം 8 റോ 3 കോളം, 8 × 3 3 കോടിയോളം ഇൻഫർമേഷൻ. ഡിജിറ്റൽ ലൈബ്രറി. ഏതാ എത്രാമത്തെ? 8ാമത്തെ കോളം, 8ാമത്തെ റോ, 3ാമത്തെ കോളം, ഏറ്റവും ഒടുക്കത്തെ അവസാനത്തെ. ഡിജിറ്റൽ ഇന്ത്യ, ഡിജിറ്റൽ ലൈബ്രറി. 8 കോടിയോളം മെറ്റീരിയൽസ് അതിന്റെ അകത്ത് കിടക്കുന്നു. സ്വപ്നത്തിൽ പോലും കാണാത്ത ഇൻഫർമേഷൻസ് അതിന്റെ അകത്ത് കിടക്കുന്നു. എന്നിട്ടാണ് നിങ്ങൾ എല്ലാവരും പരാതി പറയുന്നത് ഇഗ്നോ ക്ലാസ് തന്നില്ല എന്ന്. ഇഗ്നോ എല്ലാം തന്നിട്ടുണ്ട്, സൈറ്റിൽ നിങ്ങളാണ് കാണാത്തത്. അയ്യോ, ഞങ്ങളെ അത് ആരും അറിയിച്ചില്ല. അത് വിഷയമില്ല, നമ്മൾ അറിയണം. അതാണ് മോഡസ് ഓപ്പറാൻഡി, പ്രവർത്തന രീതി അതാണ്. അതിനല്ലേ എം നോട്ട്സും നിങ്ങളെല്ലാം ഉള്ളത്, നമ്മളെല്ലാവരും ഉള്ളത് അതിനു വേണ്ടിയല്ലേ. ഈ വിവര ലോകം മുഴുവനും അറിയുകയല്ലേ. നിങ്ങൾ നിങ്ങളുടെ ചങ്ങാതിമാരെയൊക്കെ ഇതൊക്കെ അറിയിക്കുകയല്ലേ. നമ്മൾ ഒരു കുടുംബമല്ലേ. ഈ കുടുംബം നമ്മൾ മനോഹരമായി കൈത്താങ്ങ് നൽകുന്നില്ലേ. അപ്പൊ എന്താണ് 8ാമത്തെ റോ, 3ാമത്തെ കോളം, ലാസ്റ്റില് എന്താണ് ആ കോളം? ഡിജിറ്റൽ ഇന്ത്യ, ഡിജിറ്റൽ ലൈബ്രറി. എത്ര മെറ്റീരിയൽസ് ഉണ്ട് അതിന്റെ അകത്ത്? ഇയാൾ എന്തൊരു പടായാണ് ഈ പറയുന്നത് ഈശ്വര. 8 crores. ഇപ്പൊ തെളിവ് വരും ഇതിന്റെ അകത്തുനിന്ന്. വേണമെങ്കിൽ നോക്കിക്കോളൂ, ഞാൻ ഉറപ്പ് പറയാം, ഇപ്പൊ തെളിവ് വരും. 8 കോടിയോളം ഉണ്ട് അതിന്റെ അകത്ത് ഇൻഫർമേഷൻ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പറഞ്ഞത് 3ാമത്തെ റോ, 2ാമത്തെ കോളം, രജിസ്ട്രേഷൻ സ്റ്റാറ്റസ്. ഓക്കെ, സ്റ്റുഡന്റ് സോണിന്റെ അകത്ത് 3ാമത്തെ റോ 3 × 2 എന്നിട്ടാ മതി. 3/2 എന്നോ 3 × 2 എന്നോ എഴുതിയാൽ മതി. 3ാമത്തെ റോ, 2ാമത്തെ കോളം. ഓക്കെ, 3ാമത്തെ റോ, 2ാമത്തെ കോളത്തില് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ്. ചെക്ക് മൈ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് എല്ലാവരും എഴുതിയെടുക്കൂ. അതിന്റെ അകത്ത് അസൈൻമെന്റിന്റെ ലിങ്ക് ഉണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്ക് ഉണ്ട്, സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് അയച്ചതിന്റെ ലിങ്ക് ഉണ്ട്, ഐഡന്റിറ്റി കാർഡ് എടുക്കാനുള്ള ലിങ്ക് ഉണ്ട്, നിങ്ങളുടെ പേപ്പേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കോഴ്സ് കോഡ് ഉണ്ട്. എല്ലാ ഇൻഫർമേഷനും അതിന്റെ അകത്തുണ്ട്. അത് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു സംഗതിയാണ്. അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കയ്യിൽ നിർബന്ധമായും വയ്ക്കുക. ഓക്കെ, ഹാപ്പി? സർ, ലാസ്റ്റ് പറഞ്ഞത് എന്താ സർ? ഏതിന്റെ ഉള്ളിലാണ് ഇതൊക്കെ ഉള്ളത്? അയ്യോ, ലാസ്റ്റത്തെ, അതായത് സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ അതിന്റെ അകത്ത്, സ്റ്റുഡന്റ് രജിസ്ട്രേഷന്റെ അകത്ത് സ്റ്റുഡന്റ് സോൺ. ഓക്കെ, സ്റ്റുഡന്റ് സോണിന്റെ അകത്ത് 3/2. ഇടക്കിടക്ക് എങ്ങട്ടാ ഈ കുട്ടി പോണത്? ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഒബ്സർവ് ചെയ്യണേ. അടുത്തുണ്ടെങ്കിൽ ചോക്ക് കൊണ്ട് ഒരു ഏറ് കിട്ടിയിട്ടുണ്ടാവും. സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ സൈലന്റ്. ഞാൻ ഏറ്റവും തിരക്കുള്ള വ്യക്തിയാണെന്ന് ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയില്ലേ? എനിക്കും അറിയാം. ഞാനൊരു ഓർഗനൈസേഷനിലാണ്, എന്നെ കാത്ത് ഇവിടെ കുറെ പേരുണ്ട്. അപ്പൊ നമ്മൾ അതിലെ ഡിസ്റ്റർബ് ആകരുത്. ഇത് മോളെ എത്ര പേര് ഇപ്പൊ പ്രാകുന്നുണ്ട് എന്നറിയാമോ?
സോറി ഇല്ല ഇല്ല ഇല്ല, ആരും പ്രാകുന്നില്ല. ഹാബിറ്റ്, ആ ഒരു ഹാബിറ്റ് കൊണ്ടുവരണം. അതിനെയാണ് നമ്മൾ പറയുക സ്റ്റഡി കൾച്ചർ. സ്റ്റഡി Okay, sir. കൾച്ചർ. എന്നെ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചു ആര്? അല്ലെങ്കിൽ എന്നോട് ഉത്തരം പറയാൻ ആവശ്യപ്പെട്ടു ആര്? ആര്? ഞങ്ങള് നീ, ഷഹന റഹ്മാൻ. എന്റെ ഞാൻ എടുത്തിരിക്കുന്ന ഇപ്പൊ ഈ വീഡിയോയിലെ ഷഹന റഹ്മാനാണ് സെന്ററില്. നീ എന്നെ വിളിച്ചിട്ട് പറയിപ്പിച്ചിട്ട് അവസാനം നീ ഒളിച്ചോടി പോവുക. സോറി സർ. സോറി ഏറ്റവും വിവരം കെട്ട വാക്കാണ്. അത് ചെയ്യാതിരിക്കട്ടെ, അത് സംഭവിക്കാതിരിക്കട്ടെ. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ സോഷ്യൽ വർക്കറിന്റെ. കണ്ടില്ല, ഞാൻ ഓർത്തു വെച്ചത് നീ സോഷ്യൽ വർക്കറിലെ ഇടങ്ങാറിലെ സൂപ്പർവൈസറിനെ കാണണോ വേണ്ടയോ എന്ന് ചോദിച്ച കുട്ടിയാണെന്ന് ഞാൻ ഈ 58ാമത്തെ വയസ്സിൽ ഓർത്തുകൊണ്ടിരിക്കണോ. സാറിന് അത്ര മെമ്മറി പവർ ഒന്നും നമുക്ക് മെമ്മറി എന്നല്ല, അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ. അല്ലാണ്ട് മെമ്മറി പവർ ഒന്നും അല്ല. നിങ്ങൾക്ക് വളരെ വലുതായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങളെ ചെയ്യാതെ ചുറ്റിലും ഇടങ്ങേറുകൾ വരികയാണ്. ആ ഇടങ്ങേറുകൾ നമ്മൾ ഓഫ് ചെയ്ത പ്രശ്നം തീർന്നു. അല്ലെങ്കിൽ സൈലന്റ് ആക്കി വെച്ചിട്ട് കെയർ ചെയ്യാതിരുന്നാ മതി. സൈക്കോളജിയില് മോളു, സൈക്കോളജിയിൽ ഒരു പദമുണ്ട്, മൈൻഡ് ഈസ് മങ്കി. ഫ്രേസ് ആണ് അത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടേയിരിക്കും. മൈൻഡ് ഈസ് മങ്കി. സോ വി വാണ്ട് ടു ടൈ ഇറ്റ്, വി വാണ്ട് ടു ഹോൾഡ് ഇറ്റ് വിത്ത് അവർ കൺട്രോൾ. അല്ലെങ്കിൽ ഡിസോർഡർ വരും. ഡിസോർഡറിനെയാണ് വട്ട് എന്ന് പറയുക. ഞങ്ങൾക്കൊക്കെ ഡിസോർഡർ ഉള്ളവരെ കിട്ടിയാൽ ചാകരയായി, അല്ലെ സൈക്കോളജിസ്റ്റ് ആൻഡ് സോഷ്യൽ വർക്കേഴ്സ്. ഓക്കെ, അടുത്ത ഒരാൾ. താങ്ക് യു മോള്, താങ്ക് യു. അടുത്ത ഇന്നത്തെ നമ്മുടെ മീറ്റിംഗ് രസകരമായി പോകുന്നുണ്ട് അല്ലെ മിസ് ദീപിക മാം? യെസ്, പറഞ്ഞോളൂ. അടുത്ത ഒരാൾ. ഹലോ സർ. ആ പറഞ്ഞോളൂ. മിസ് ഷംന ബിൻത്ത് ഹുസൈൻ. ഓക്കെ, പറഞ്ഞോളൂ. ഹലോ സർ, ഞാൻ വടകരയിലെ ഈ ജനുവരി സെക്ഷനിലെ രജിസ്റ്റർ ചെയ്തതാണ്. പേര്? അപ്പൊ ഷംന. ഏതാണ് കോഴ്സ്? ഞാൻ BA ഇംഗ്ലീഷ് ഓണേഴ്സ് ആണ്. BA ഇംഗ്ലീഷ് ഓണേഴ്സ്. ഓക്കെ, അതിന്റെ കോഡ് അറിയാമോ? BA ഇംഗ്ലീഷ് ഓണേഴ്സിന്റെ കോഡ്? BAEGH. അതാണ് BAEGH. ഓക്കെ, അത് പ്രോഗ്രാം കോഡാണ് കേട്ടോ. അപ്പൊ എല്ലാവരും എഴുതിയെടുത്തോളൂ. ഞാൻ ഇപ്പൊ ഒരാൾ പറഞ്ഞത് എല്ലാവർക്കും വേണ്ടി കൊടുക്കുകയാണ് കേട്ടോ മോളൂ. അപ്പൊ എനിക്ക് KNOW നോ അവർ പ്രോഗ്രാം കോഡ് എഴുതിയെടുക്കും. അതിനാണ് നേരത്തെ ബുക്ക് വച്ചിരിക്കുന്നത്. നോ അവർ പ്രോഗ്രാം കോഡ്, നോ അവർ കോഴ്സ് കോഡ്. ആ വാക്കാണ് ഇഗ്നോ ഉപയോഗിക്കുന്നത്. നോ അവർ പ്രോഗ്രാം കോഡ്. പ്രോഗ്രാം കോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പരമ്പരാഗത രീതിയിൽ നീ ഏത് കോഴ്സ് ചെയ്യുന്നു എന്നാ പറയുക, അല്ലേ? അല്ലെ? പക്ഷെ ഇഗ്നോയിൽ പറയുക നീ ഏത് പ്രോഗ്രാം ചെയ്യുന്നു എന്നാണ്. ഓക്കെ, ഞാൻ കുച്ചിപ്പുടി ചെയ്യുന്നു, ഞാൻ ഭരതനാട്യം ചെയ്യുന്നു എന്നുള്ളതല്ല. നീ എന്ത് പഠിക്കുന്നു എന്നുള്ളതാണ്, നീ എന്ത് പ്രോഗ്രാം ചെയ്യുന്നു. അപ്പൊ പ്രോഗ്രാം കോഡ്. നമ്മൾ സാധാരണ ഡിഗ്രിക്ക് മറ്റുള്ളതൊക്കെ ട്രഡീഷണൽ യൂണിവേഴ്സിറ്റിയിൽ നീ ഏത് കോഴ്സ് ചെയ്യുന്നു എന്ന് പറയില്ലേ? അല്ല സോറി, നീ ഏത് സബ്ജക്ട് ചെയ്യുന്നു എന്ന് പറയില്ലേ? അത് നമ്മൾ പറയുന്ന വാക്ക് നീ ഏത് കോഴ്സ് ചെയ്യുന്നു എന്നാണ്. ഓക്കെ, അപ്പൊ പ്രോഗ്രാം കോഡ് അറിയണം, കോഴ്സ് കോഡ് അറിയണം. കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്ജക്ട്, വിഷയം. ഓക്കെ, കോഴ്സ് കോഡ്. അപ്പൊ മോൾ ഏത് പ്രോഗ്രാം ചെയ്യുന്നു? BAEGH. ഓക്കെ, അതിലെ ഒരു കോഴ്സ് കോഡാണ് BAGS 101, 102, 103, 104 എന്നൊക്കെ പറയുന്ന കമ്പൾസറി കോഴ്സസ്. പിന്നെ എൻഹാൻസ്മെന്റ് കോഴ്സസ് ഉണ്ടാവും, സ്കിൽ ഓറിയന്റഡ് കോഴ്സ് ഉണ്ടാവും, ഇന്റർ ഡിസിപ്ലിനറി കോഴ്സ് ഉണ്ടാവും. BEAG അത് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഇന്റർ ഡിസിപ്ലിനറി കോഴ്സാണ്. BPCC 131 അത് സൈക്കോളജിയുടെ ഇന്റർ ഡിസിപ്ലിനറി കോഴ്സാണ്. ആ കോഴ്സ് കോഡുകൾ അറിഞ്ഞു വച്ചിരിക്കണം. ഫസ്റ്റ് ഇയർ കുട്ടികൾക്ക് 8 എണ്ണം,